അത്ര കളക്ഷൻ നോക്കി കണ്ണ് ഒന്ന് പോണ്ടെന്ന് വിചാരിക്കും. എന്ന് ഉറങ്ങാൻ നമ്മ അറിയുന്നത് ലൈറ്റുകളുടെ ഒരു കൂമ്പാർ എന്ത് രസവരെ കാണാതിനോ. ഹേ ഗായ്സ്, നമ്മൾ എവിടെയൊക്കെ പോകുന്നത്? നമ്മള് അൽസീഫിലേക്ക് പോവാണ് ഗായ്സ്. അല്ലേ, അത് കുറച്ച് നടക്കാണ്ട്. പക്ഷെ ഞങ്ങള് ഗോൾഡ് സൂക്കിൽ പോകാനായിരുന്നു വിചാരിച്ചത്. അപ്പൊ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങള് പ്ലാൻ മാറ്റി. അടച്ചിട്ടുണ്ടാവും, ലേറ്റ് ആയി ഗൈസ്. അച്ഛനെന്തുണ്ട്? ഇവിടെ ഉള്ളവരെല്ലാരും നമ്മളെ തന്നെ നോക്കുന്നത്. കാരണം നമ്മളെല്ലാരും ഇങ്ങനെ നിരന്ന് നിന്ന് വീഡിയോ എടുക്കാണ് ആ സമയത്ത്. റഫ പോലീസ് സ്റ്റേഷൻ ഗൈസ്. അൽസീഫിനെ പറ്റി എന്താ അഭിപ്രായം? അൽസീഫ് ഇറ്റ്സ് ഓൾഡ് ദുബായ്. യാ. Come on, ദിനുന റിയാക്ഷൻ കാണിക്കേ. My old memories, childhood. നമ്മളെങ്ങോട്ട് പോകുന്നത് ദിനു? അൽസീഫ്. 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 നമ്മളെങ്ങോട്ട് പോകുന്നമ്മ? അമ്മ നമ്മളെങ്ങോട്ട് പോകുന്നമ്മ? അൽസീഫ് പറ. അൽസീഫ്. അൽസീഫ്. നമ്മളെങ്ങോട്ട് പോകുന്നത്? അൽസീഫ്. അൽസീഫ്. നമ്മളെങ്ങോട്ട് പോകുന്നത്? അൽസീഫ്. റോഡ്, മല, സീബ്ര, അൽസീഫ്. റോഡ്, സീബ്ര, അൽസീഫ്. ദുബായിൽ വന്നിട്ട് രാത്രി ഡെയിലി നടക്കലാ പണി അല്ലേ? നടന്ന് അതന്നെ, രാത്രി ഡെയിലി നടക്കലാ. അതെ, മെട്രോ. ഇവിടെ പിന്നെ ടാക്സിക്കൊക്കെ ഭയങ്കര റേറ്റാ. പെങ്ങളൂട്ടി ആങ്ങളെ, ആങ്ങളൂട്ടി വലിയേട്ടന്റെ ചിങ്കാരി. പെണ്ണീല എന്താ ഇതൊന്നും പറയാത്തെ? എന്തേ പറടാ. നല്ല ഉണ്ടല്ലേ, നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇത് ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ സ്വന്തം അമ്മ. അമ്മ പറ, കൂട്ടി കയറണം. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ദിസ് ഈസ് അൽസീഫ്. അൽസീഫ് ആണ്, അൽസീഫ് ഹോട്ടലേ. നല്ലൊരു നൈസ് ലുക്ക് അല്ലേ? എന്താ പറയാ, ഒരു സൂഫി, ഒരു ഓൾഡ് അല്ലേ, ഒരു കൈൻഡ് ഓഫ് ഓൾഡ് ദുബായ്, വിന്റേജ്. ഇതിന് ദിസ് ഈസ് ഓൾഡ് ദുബായ്. പിന്നെ ഇവിടെ തന്നെ ഫ്രഷ് മിൽക്കും പിന്നെ അതേപോലെ ഫ്രഷ് ജ്യൂസസും എല്ലാം കിട്ടും. പിന്നെ എല്ലാം കോസ്റ്റ്ലിയാണ്. ഞങ്ങൾ അന്ന് തന്നെ ഒരു കപ്പ് എന്താ നോക്കിയതിനും സ്വീറ്റ് കോൺ നോക്കിയാൽ 25 ദിർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ 300 സംതിങ് അല്ലേ, 290. ഈ ഒരു എമൗണ്ട് ഏകദേശം അറൗണ്ട് 500. എങ്ങനെ ആവില്ലേ? 25 അല്ലേ? 500 എബോവ് ആവും. സോറി മിസ്, മാറിപ്പോയി. എല്ലാം നല്ല റേറ്റ് ഉണ്ടാവും. ഇതിന് ഇത് വാങ്ങി നമുക്ക് കയ്യിലിടാം. കീച്ചേന് നല്ല കണ്ണുണ്ട്.
അതിന്റെ ഉള്ളിലേക്കൊക്കെ പോവാ. അതിന്റെ ഉള്ളിലേക്കൊക്കെ പോവാ. അമ്മ ഇതിനു മുമ്പ് ഇവിടെ വന്നിനമ്മ? അങ്ങനെയല്ല, അച്ഛനായിട്ട് വന്നില്ല. ഇല്ല ഇല്ല ഇതെന്തടി മറ്റേ ഇത് കളിക്കുന്നത് നമ്മള് ബെല്ലി ഡാൻസിന് യൂസ് ചെയ്യുന്നതാ? മുസ്ലിംസ് അല്ലല്ലേ? അല്ല, ഇതോ അമ്മന്റെ എക്സ്പ്രഷൻ കേട്ടോ പറഞ്ഞു. അമ്മേ നോക്ക്, ഇത് കാണുമ്പോ എനിക്ക് എന്താ ഓർമ്മ വരുന്നേ, നമ്മളെ ഇതില്ലേ എന്തോ എല്ലാരും നോക്കാൻ മലയാളികൾ ഉണ്ടാവുമ്പോ നമുക്ക് ചടപ്പുണ്ടാവില്ല, വേറെ ആൾക്കാരുണ്ടാവുമ്പോ എനിക്ക് ചടപ്പുണ്ടാവില്ല. നാണക്കെടാൻ പാടില്ല. ഡ്രസ് വേണ്ട പക്ഷെ ഇന്നത്തെ കളക്ഷൻ കണ്ട് കഴിയുന്നില്ല, തോന്നുന്നു ഏടെ നോക്കണ്ടെന്ന് അറിയുന്നില്ല എനിക്ക്. ശരി, അത് നമുക്ക് ഇവിടെ നോക്കണം അവിടെ നോക്കണം. ഇവിടെ അട്രാക്ട് ചെയ്യുന്നില്ല അമ്മ, ഇവിടുത്തെ ഷോപ്പിലെ ഇതല്ലോ കളക്ഷൻ അല്ലോ. അത്ര കളക്ഷൻ നോക്കി കണ്ണ് ഇവിടുന്ന് പോണ്ടെന്ന് വിചാരിക്കും. ഇവിടെ തന്നെ ഉറങ്ങാൻ അമ്മ പറയുന്നത്. ഇത് വാങ്ങണമോ? ഇത് മാത്രം ഞങ്ങളമ്മ യോയോ അമ്മ അമ്മ ഇങ്ങനെ ആക്കി യോയോ ആന്ന് പറ. യോയോ പൂക്കിയുടെ അമ്മ. ഏതെടുക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഇതാ ഇവിടെ ഞാൻ പറഞ്ഞ മിച്ചി ഇത് കാണിക്കാം. അമ്മേ ബാസ്കറ്റ് റോബിൻസിൽ ഇവിടെ നല്ല റേറ്റ് ഇരിക്കും. ഇത് കണ്ട ഇവിടെ ഭയങ്കര റേറ്റാ, സീറ്റ് കോണിന് ഭയങ്കര റേറ്റാ, 25 ഒക്കെ. കേറണമെന്നുണ്ട് പക്ഷെ നമ്മൾ കേറും. അതെ, കേറിയിരിക്കും. ഇവിടുത്തെ ഇങ്ങനത്തെ വണ്ടിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നടക്കാൻ വയ്യാത്തതിക്ക് ഇങ്ങനെ വെച്ച് ഫ്ലാഷ് ഇട്ടില്ല. പക്ഷെ നടന്നാലേ ഇത് ഇരിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. നമുക്ക് ഇരിക്കണ്ടല്ലോ, ഇതിനും ഹലോ ഗൈസ്, നിങ്ങൾ കണ്ടോ വിസ്മയം ലൈറ്റുകളുടെ ഒരു കൂമ്പാർ, എന്ത് രസമല്ലേ കാണാതിനോ. അങ്ങനെ ഞങ്ങളുടെ അർച്ചന പോവാണ്, റൂമിലേക്ക് പോവാണ് അർച്ചന. ശേഷം അർച്ചന പോയി, ഞങ്ങളെല്ലാവരും വീണ്ടും അൽസീഫിലേക്ക് തന്നെ നടന്ന്. ആ ടൈമാണ് മിച്ചിക്ക് അവ്വാപ്പാക്കണം എന്ന് പറഞ്ഞത്. അവ്വാപ്പ അറിയോ ഗൈസ്? അവ്വാപ്പാക്കമാണ്. അവ്വാപ്പ ആർക്കൊക്കെ ഇങ്ങനെ ഇതറിയാന്ന് പറ.
ഉള്ളിക്ക് ഇതിനുള്ളിൽ ഇല്ല ആര് പറയാ ഞാൻ പൊക്കും രുചി പണ്ട് നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തില്ലേ? ഇങ്ങനെ എടുത്തുണ്ടാ പണ്ട് എടുത്തുണ്ടാ എടുക്കാൻ പറ്റുന്നോണ്ട് ഇപ്പൊ എടുത്ത് നല്ല ഫോട്ടോസ് വീഡിയോസ് എടുക്കാം അല്ലെ അതിനു? എനിക്ക് ഇവിടെ വന്നിട്ട് ഫോട്ടോ വീഡിയോ എടുത്ത് മതിയാവില്ല, അത്രയും വീഡിയോ ഫോട്ടോ എടുക്കും. നല്ല സ്പോട്ട് ഇവിടെ വന്ന ഞാൻ ഫോട്ടോസ് എടുക്കാൻ പോയി. ഇവിടൊക്കെ ഞങ്ങൾ സംസാരിക്കേണ്ട മൈക്ക് ചതിച്ചതാണ്. മൈക്ക് ആ സമയത്ത് ചാർജ് ഓഫായി പോയി, അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അതാണ് ഇവിടൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ലൈറ്റിങ്സ് ഒക്കെ കണ്ടോ? ഇവിടുത്തെ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് മെയിൻലി ലൈറ്റിങ്സും അതുപോലത്തെ ഇവിടെ ബിൽഡിങ്ങും ആണ്. ഇവിടുത്തെ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് വിൻഡേ ടൈപ്പ് ഓഫ് സാധന ഒരു ബിൽഡിംഗ്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും അതുപോലെ സേവ് ദി ഡേറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിന് പറ്റിയൊരു പ്ലേസ് ആണിത്. ഫോട്ടോഷൂട്ട് എടുക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നതായിരിക്കും ബെറ്റർ, യു എയിലുള്ളവർക്ക് പ്രത്യേകിച്ച്. അവിടെ ഡിസ്പ്ലേക്ക് വെച്ച ബാഗൊക്കെ ഞാൻ ട്രൈ ആക്കി. അവിടെ ബാഗ് മാത്രമല്ല ആന്റിക് സാധനങ്ങളും അതുപോലെ ഈ ദുബായ് ടച്ചുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്, ഇവിടെ കിട്ടും. അപ്പം അതൊക്കെ നമുക്ക് നോക്കാനും അതുപോലെ ട്രൈ ആക്കാനും ഒക്കെ പ്രത്യേക ഫീലാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ നോക്കിന്ന്. കുറെ ഇതിന്റെ ഒന്നും അർത്ഥമൊന്നും മനസ്സിലായില്ല, പിന്നെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കിന്ന്. ഇവിടെങ്ങും ആൾക്കാരില്ല. എന്താന്ന് വെച്ചാൽ നല്ലപോലെ ലേറ്റ് ആയി. എനിക്കൊന്ന് 1 മണി ആ ഒരു ടൈമെല്ലാം ആയിണ്ട്. അപ്പൊ എല്ലാരും റൂമിലേക്കൊക്കെ പോയി. പിന്നെ ഞാൻ ജസ്റ്റ് റാംബോക്ക് ആക്കാന്നൊക്കെ വിചാരിച്ച്. ഗൈസ്, ടു ബി ഹോണസ്റ്റ് അടിപൊളി പ്ലേസ് ആണ്, മസ്റ്റ് വിസിറ്റ് ആണ്. ഏത് കോർണറിൽ നിന്ന് കഴിഞ്ഞാലും അടിപൊളി ഫോട്ടോസും അതുപോലെ അടിപൊളി വീഡിയോസും കിട്ടും ഇവിടുന്ന്. ഗൈസ്, അമ്മ നല്ല ടയർഡായി. സോ ഞങ്ങൾ വിചാരിച്ച് ഇനി അങ്ങോട്ടേക്ക് നടക്കണ്ട, നേരെ ഫുഡ് കഴിക്കാൻ പോവാന്ന്. ടൈം കുറേ ആയി. അൽസീഫ് എന്നറിയാം, ഞങ്ങൾ നേരെ അമ്മക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ അമ്മക്ക് ഡ്രസ്സൊക്കെ നോക്കുകയാണ്. അമ്മക്ക് ഡ്രസ്സൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കളക്ഷനൊക്കെ ഞങ്ങൾ ജസ്റ്റ് നോക്കി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ജസ്റ്റ് റീലൊക്കെ എടുത്ത്. അമ്മ എങ്ങനെ? സൂപ്പറാ. സൂപ്പർ.
ഗൈസ് അപ്പൊ ഗൈസ് ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കിട്ടി